സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ വധശിക്ഷ റിയാദ് കോടതി റദ്ദു ചെയ്തു. കേസിൽ കക്ഷികളായ ഇരുവിഭാഗം വക്കീലുമാരുടെയും എംബസി ഉദ്യോഗസ്ഥരുടെയും മുമ്പാകെയാണ് കേസ് റദ്ദു ചെയ്തുള്ള വിധി പ്രഖ്യാപനം. കൊല്ലപ്പെട്ട സ്വദേശി ബാലന്റെ ബന്ധുക്കൾ മോചനദ്രവ്യം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറായതോടെയാണ് വധശിക്ഷ ഒഴിവായത്. ഇന്ന് രാവിലെയാണ് റിയാദ് ക്രിമിനൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൊല്ലപ്പെട്ട സ്വദേശി ബാലന്റെ ബന്ധുക്കൾ മോചനദ്രവ്യം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. മോചനദ്രവ്യമായ 1.5 കോടി റിയാലും കോടതിയിൽ കെട്ടിവെച്ചു. ഇതിന് പിന്നാലെയാണ് കോടതിയുടെ വിധി. ഗവർണർ ഓഫീസിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കാനുള്ളത്. അതിനുശേഷമാണ് റഹീം എന്ന് നാട്ടിലേക്ക് കയറിപ്പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. ഏകദേശം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ വധശിക്ഷ റദ്ദാക്കുന്നതോടുകൂടി ഇനി മറ്റുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. കോടതിയിൽ നിന്ന് ഇനി നാട്ടിലേക്ക് പോവേണ്ട വർക്കുകളാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇരുവിഭാഗവും വക്കീലന്മാരും ഇന്ന് കോടതിയിൽ എത്തിയിരുന്നു. എംബസി ഉദ്യോഗസ്ഥർ, റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തുവൂർ എന്നിവരും റഹീമിനൊപ്പം കോടതിയിൽ ഹാജരായി. കോടതിയിൽ വിർച്വൽ സംവിധാനത്തിലൂടെയാണ് റഹീമിനെ കോടതി കണ്ടത്. രേഖകളെല്ലാം പരിശോധിച്ച കോടതി വധശിക്ഷ റദ്ദു ചെയ്ത് ഉത്തരവിറക്കി. കോടതിയിൽ ഇന്ത്യൻ എംബസി വഴി സമർപ്പിച്ച 1.5 കോടി റിയാലിന്റെ ചെക്ക് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണിക്ക് കൈമാറി. കോടതിയുടെ അന്തിമ വിധിപ്പകർപ്പ് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ലഭിക്കുന്നതോടെ അബ്ദുറഹീമിന്റെ മോചനം സാധ്യമാകും. മോനെ വിളിച്ചിന് കഴിച്ചില്ലായെന്ന് പറഞ്ഞ അതേമാതിരി എൻ്റെ കുട്ടി എടുത്ത് കെത്തി കണ്ടാട്ട മക്കൾ, എന്നാലല്ല എനിക്ക് സമാധാനമില്ല. കുട്ടി വന്ന് കണ്ടാ ഞാൻ പറയാൻ സന്തോഷിച്ചിരുന്നില്ല. അല്ല ഞങ്ങൾക്കത് പറഞ്ഞിട്ട് കേൾക്കണ എൻ്റെ ഉള്ളിൽ കടക്കണില്ല. ജയിൽ മോചിതനാകുന്ന റഹീമിനെ നേരിട്ട് നാട്ടിലേക്ക് കയറ്റിവിടുകയാണ് ചെയ്യുക. മീഡിയ 1 റിയാദ്.